ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. അത് യൂട്യൂബിലെ പോലെ തന്നെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം, ലൈവ് പോവാം, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ അത് സെയിം ടൈമിലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. യൂട്യൂബിലാണെങ്കിൽ നമുക്ക് 4000 വാച്ച് അവർ വേണം, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷേങ്കിൽ ഈ റംബിളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്രൈറ്റീരിയയുമില്ല. നമുക്ക് നേരെ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നേരെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഇതിൽ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൽ ക്രിയേറ്റ് ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും എൻ്റർ യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് വരും. അതിൽ നമ്മളെ യൂസർ നെയിം, ജെൻഡർ, കൺട്രി ഇത്രയും നമ്മൾ കൊടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാൻ പറയും. അതിൽ നമ്മൾ പാസ്വേഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് കൊടുക്കണം. അതിൽ പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് ഒരു കോഡ് വരും. അത് നമ്മളവിടെ കൊടുക്കണം. ആ കോഡ് കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആകുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റംബിളിലോട്ട് ചെല്ലും. ഇത് കണ്ടില്ലേ, യൂട്യൂബിലെ പോലെ തന്നെ കുറേ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യണം. ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെ. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് കണ്ടില്ലേ, ലൈവ് ഉണ്ട്. അവിടെ ഒരു നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അക്കൗണ്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കയറി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊഫൈൽ കണ്ടില്ലേ, പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അതിന് മുന്നേ തന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സെറ്റിങ്ങിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അതിൽ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഫുൾ നെയിം, സ്ട്രീറ്റ് അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് സേവ് കൊടുക്കണം. അത് കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് പേജിലോട്ട് പോകും. നെക്സ്റ്റ് പേജിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനും പിന്നെ ഡിസ്ക്രിപ്ഷൻ, സോഷ്യൽസ്, അങ്ങനെ എന്തെങ്കിലും URL ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ആഡ് ചെയ്യാനായിട്ട് അതിലൊരു ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നേരെ മേളിൽ കാണുന്ന ഐക്കൺ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് വീഡിയോ, ഗോ ലൈവ്, റംബിൾ സ്റ്റുഡിയോ. യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ പോലെ തന്നെ സെയിം ഒരു പ്ലാറ്റ്ഫോമാണിത്. പക്ഷെങ്കിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ അപ്ലോഡ് വീഡിയോ എന്നുള്ളിടത്ത് നമ്മുടെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോ അതിൽ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കവിടെ സബ്മിറ്റ് കൊടുക്കാം. ഇതാണ് ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ച് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഓപ്ഷൻസ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് വീഡിയോ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂസീവ്, വീഡിയോ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂഡിങ് യൂട്യൂബ്, അങ്ങനെ കുറേ ഇതുണ്ട്. ആദ്യത്തെ വീഡിയോ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റംബിളിന് പെർമിഷൻ കൊടുക്കുകയാണ്. അവർക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും ഇടാനായിട്ട്, ഈ വീഡിയോ നമുക്ക് ഇടാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നതാണ് വീഡിയോ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അത് പക്ഷേങ്കിൽ അത് ആണ് ഒരു ഓപ്ഷൻ. അടുത്ത വീഡിയോ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂഡിങ് യൂട്യൂബാണ്. അതെന്നേരം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ അല്ലാതെ ബാക്കി എല്ലായിടത്തും വീഡിയോ ഇടാൻ ഉള്ള ഒരു പെർമിഷനാണ്. നമ്മുടെ എക്സ്ക്ലൂഡിങ് യൂട്യൂബ് എന്നാണ്. അതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷന്. കൂടുതലായിട്ടും ഇതിൽ പ്രിഫർ ചെയ്യുന്നത് ഈ റംബിൾ ഒള്ളി എന്നുള്ള ഒരു
ഓപ്ഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നോൺ എക്സ്ക്ലൂസീവ് സിമിലർ ടു യൂട്യൂബ് എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബിൾ ഉള്ളി എന്നുള്ള ആ ഒരു അടുത്ത ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം, പേഴ്സണൽ യൂസ്. അതപ്പോൾ മോണിറ്റൈസ് ആവില്ല. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ റംബിൾ ഉള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ അതിൽ ഇത് ചെയ്യുവാണെങ്കിൽ, റംബിൾ ഉള്ളിയിൽ ചെയ്യുവാണെങ്കിൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അക്കൗണ്ടിനകത്ത് മാത്രമേ നമ്മുടെ ഈ വീഡിയോസ് കാണിക്കത്തുള്ളൂ. അതല്ലാതെ നമ്മൾ വീഡിയോ മാനേജ്മെൻറ്റ് അതിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബ്, ടിക്ടോക്ക് എല്ലാത്തിലും അവർ നമ്മുടെ വീഡിയോ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരും. റംബിളുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അതിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പം നമുക്ക് യൂട്യൂബിലിട്ട വീഡിയോ ആണെങ്കിൽ നമ്മൾ അതിലിടുമ്പോൾ കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ല. അപ്പം നമുക്ക് അവർക്ക് അതിൽ മാത്രമുള്ള പെർമിഷനാണ് കൊടുക്കുക. അപ്പോൾ പ്രിഫർ ചെയ്യുന്നത് റംബിൾ ഉള്ളി എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം അല്ലാത്ത വീഡിയോ മാനേജ്മെൻറ്റ്, എക്സ്ക്ലൂസീവ് അതൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഇതിലൊക്കെ യൂട്യൂബിൽ, ടിക്ടോക്കിൽ അങ്ങനെയെല്ലാം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഈ റംബിളിൽ ഇട്ട് കഴിഞ്ഞാൽ അതേ സെയിം വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിലോട്ട് പോകുന്നുണ്ടേ മൊത്തത്തിൽ കണക്റ്റായിട്ട് കോപ്പിറൈറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ റംബിൾ ഉള്ളി എന്ന ഓപ്ഷൻ മാത്രം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോയി കഴിയുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ, ഈ റംബിളിൽ സൈനപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു നമുക്ക് വീണ്ടും സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും നമുക്കൊന്ന് അക്കൗണ്ട് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ അതിൽ നെയിം, കാര്യങ്ങൾ, സ്ട്രീറ്റ് അഡ്രസ്സ്, നമ്മുടെ പേയ്മെൻറ്റ് ടൈപ്പ് ഇതെല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതെല്ലാം ഒന്ന് കൊടുക്കണം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു റംബിളിൻ്റെ സൈനപ്പ് റെഡിയായി കഴിയും. ഞാനിതിൻ്റെ എൻ്റെ ഒരു ലിങ്ക് എൻ്റെ റംബിളിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സൈനപ്പ് ചെയ്യണമെങ്കിൽ അതിൽ കയറി സൈനപ്പ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ റംബിൾ എന്ന് പറയുന്നത്. യൂട്യൂബിൻ്റെ അത്രയൊന്നും ഒരു ക്രൈറ്റീരിയയും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സോ 4000 വാച്ചേഴ്സോ ഒന്നും ഇപ്പോൾ ഇതിന് വേണ്ട. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറിയേക്കാം. ഇപ്പോൾ ഏതായാലും ഇതൊന്നും ഇല്ലാതാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.